നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ പഠന സമയം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു പരിപാടികളും ഇനി സ്കൂളുകളിൽ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. PTA, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അധ്യാപക യോഗങ്ങൾ, യാത്രയയപ്പ് തുടങ്ങിയവ സ്കൂൾ പ്രവൃത്തി സമയത്ത് നടത്തുന്നത് പഠന സമയത്തിന് നഷ്ടമുണ്ടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. അടിയന്തരമായി മീറ്റിംഗുകൾ നടത്തേണ്ടി വന്നാൽ വിദ്യാഭ്യാസ ഓഫീസറുടെ അനുമതി നിർബന്ധമാണെന്നും ഉത്തരവിലുണ്ട്. മീറ്റിംഗ് കാരണം നഷ്ടപ്പെടുന്ന സമയത്തിന് പകരം സമയം കണ്ടെത്തുകയും വേണം. ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മൊബൈലിനും ലഹരിക്കും അടിമയായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയെ കായിക രംഗത്ത് അടുപ്പിക്കുന്നതിന് വേണ്ടി വലപ്പാട് പഞ്ചായത്ത് 20-ാം വാർഡ് അംഗം വൈശാഖ് വേണുഗോപാൽ കളിയാണ് ലഹരി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി എക്സൈസിൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രവാസിയും കായിക പ്രേമിയുമായ അഖിത് കഴിമ്പ്രത്തിൻ്റെ സഹായത്തോടെ വാർഡിലെ കുട്ടികൾക്ക് ആവശ്യമായ മുഴുവൻ സ്പോർട്സ് കിറ്റും നൽകി. എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും നൽകി. കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി. എക്സൈസ് ഓഫീസർ അഫ്സൽ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. സുബ്രഹ്മണ്യൻ, ഏറൻ കിഴക്കത്ത്, പ്രിയൻ തൈക്കാട്ട്, പ്രസന്നൻ, സന്ദീപ് കോഴിപ്പറമ്പിൽ, അജീഷ് കോഴിശ്ശേരി, മഹേഷ് കണക്കാട്ട്, ഷൺമുഖൻ, സുനിൽ വളപ്പിൽ എന്നിവർ സംസാരിച്ചു. വോളണ്ടിയർമാരായ ധീരജ് ദാസ്, അഭിജിത്ത് ഏറൻ, ജിതിൻ കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ CPSJയുടെ നേതൃത്വത്തിൽ വലപ്പാട് ദയ ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് IMCT മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അഖിയ ജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് ANG ജെയ്ക്കോ മാസ്റ്റർ അധ്യക്ഷനായി. CPSJ ഭാരവാഹികളായ EA നെൽസൺ, CA ജെയിംസ്, KM ബിന്ദു, PA വിൻസെൻ്റ്, KT ബെന്നി എന്നിവർ നേതൃത്വം നൽകി. ദയ ഹോസ്പിറ്റൽ മാനേജർ മുഹസിൻ പാണ്ഡികശാല മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പരിശോധനകൾ സൗജന്യമായി ചെയ്തു കൊടുത്തു. മണലൂർ പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുക, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ റോഡുകളുടെ പണികൾ ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ ഭൂരിപക്ഷം റോഡുകളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചിരിക്കുകയാണ്. പൈപ്പിടുന്നതിന് വേണ്ടി പൊളിച്ച റോഡുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. അതിനുള്ള യാതൊരു ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച റോഡുകളുടെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പല കമ്മിറ്റികളിലും മെമ്പർമാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ഷാനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, ഷേളി, ബിന്ദു സതീഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. നിലമ്പൂർ MLA PV അൻവർ CPM-നും സർക്കാരിനുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി സെൻട്രലിൽ നടന്ന പൊതുയോഗം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KC പ്രസാദ്, വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, CM നിസാർ, VR ഷിജിത്ത്, ശാന്തി ബാസി എന്നിവർ സംസാരിച്ചു. PV അൻവർ MLA സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPM മണലൂർ ലോക്കൽ കമ്മിറ്റി കാഞ്ഞാണിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദൻ മണ്ണുമ്മൽ, NRS ബാബു, CG മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. മണലൂർ പുത്തനങ്ങാടി വെളുത്തേടത്ത് പറമ്പിൽ ക്ഷേത്രത്തിൽ ആയില്യപൂജ നടത്തി. ക്ഷേത്രതന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി മനക്കൽ ദാമോദരൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജ, പാലുന്നൂറും കൊടുക്കൽ എന്നിവ നടന്നു. കൊട്ടാരക്കര ശ്രീജിത്ത് നായരുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും തുടർന്ന് വാർഷിക പൊതുയോഗവും ഉണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളായ പ്രസിഡന്റ് VP രവീന്ദ്രൻ, സെക്രട്ടറി VS അജയൻ, ട്രഷറർ VA രാധാകൃഷ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ VK ശ്രീധരൻ, VK അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.